ഇപ്പോൾ വാർഡ് കൗൺസിലർ ടോം നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ടോം. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ? നമസ്കാരം അരുൺ. ഇവിടെ അറിയാൻ സാധിച്ചത്, ഇവിടെ രാവിലെ 8:45 ഇത് അറിയുന്നത്. അന്നൊരു ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ജോലിക്കാരിയുമായി സംസാരിക്കുകയുണ്ടായി. ജോലിക്കാരിയായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ജോലിക്കാരി വീടിന്റെ അകത്ത് വന്നപ്പോൾ സാധാരണ പുറവശത്തൂടെയാണ് വരാറുള്ളത്. ആ പുറവശത്തൂടെ വന്നപ്പോൾ ഡോറ് സാധാരണ തുറന്നു കിടക്കാറുണ്ട്. ഇന്ന് തുറന്നു കിടത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മുന്നിൽ വന്നപ്പോൾ മുൻവശത്തെ ഡോറ് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അകത്ത് കയറിയപ്പോൾ ആദ്യം വിജയകുമാർ സാറ് അവിടെ കിടക്കുന്നതായിട്ട് തോന്നുകയും അപ്പം മുഖത്ത് ഒരു മുറിവുള്ളതായിട്ട് അവർക്ക് മനസ്സിലായി. അവർ ഭയപ്പെടുകയും ചെയ്തു. അവർ പുറകോട്ട് പോയി അടുത്ത മുറിയിൽ നോക്കിയപ്പോൾ ഈ മീര എന്നാണ് വിജയകുമാർ സാറിന്റെ വൈഫിന്റെ പേര്. ആ പുള്ളിക്കാരിയും അവിടെ കിടക്കുന്ന കണ്ടു. വളരെ ഭയപ്പെട്ട് പുള്ളിക്കാരി പുറത്തിറങ്ങി വന്നു, ഇവിടുത്തെ ജോലിക്കാരി. അപ്പോൾ ആ ജോലിക്കാരി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ വിളിക്കുകയും ഞാൻ ഇവിടെ വരികയും അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുകയും കണ്ടിരുന്നോ? ഇല്ല, കണ്ടിട്ടല്ല. കണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് കിടക്കുന്നതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അകത്തോട്ട് കയറി പോലീസ് വരുന്നതിന് മുന്നേ നോക്കാൻ സാധിക്കത്തില്ല. തെളിവ് നശിപ്പിക്കാൻ അവിടെ ഒരു 2 നായ്ക്കൾ ഉണ്ടായിരുന്നു അല്ലേ? വളർത്തു നായ്ക്കൾ ഉണ്ടായിരുന്നു. ഒരു നായ അത് ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഒരു നായ ഉണ്ടായിരുന്നു. അപ്പൊ ആ നായക്ക് ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ട്. ആ നായ്ക്ക് അനക്കമില്ല, വീടിന്റെ അകത്തിരിപ്പുണ്ട്. ഓക്കെ. അപ്പൊ ഒരുപക്ഷെ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക രാത്രിയിലായിരുന്നിരിക്കണം അല്ലേ? അതെ അതെ. ഈ മറ്റ് CCTV ദൃശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടിയിരുന്നോ? ഇപ്പൊ ഈ CCTV ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു വീടാണ്. അതുകൊണ്ട് പ്രതി ആരാണെങ്കിലും പിടിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ടോമിന് വലിയ പരിചയമുള്ളവരായിരിക്കുമല്ലോ വിജയകുമാർ, പ്രേമയൊക്കെ. എനിക്ക് അടുപ്പമുള്ളത് എന്റെ വാർഡിലെ നല്ല അടുപ്പമുള്ള വീട്ടുകാരായിരുന്നു. ഈ വീടിന് ഓപ്പോസിറ്റ് മീര എന്നാണ് പേര്. മീര അത് തന്നെ. അപ്പൊ ഈ മുൻപിലത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നോ തകർന്ന നിലയിലായിരുന്നോ? തുറന്ന നിലയിലായിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ ഒരു കല്ല് പോലെ വെച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പം അത് പക്ഷേ ഇപ്പം ഞാൻ അതിന്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനെ അടിച്ചതായിട്ടൊന്നും കാണുന്നില്ല. അതെങ്ങനെയാ അടിച്ചതെന്ന് പറയാൻ സാധിക്കത്തില്ല. ഈ അമ്മിക്കല്ല് കൊണ്ട് അടിച്ചതായിട്ട് കാണുന്നില്ലല്ലേ? കാണുന്നില്ല. ഇനി തുണി വല്ലതും ചുറ്റിയിട്ട് അടിക്കാതൊന്നും അറിയത്തുമില്ല, അങ്ങനെ പറയുന്നുണ്ട്. അതെ അതെ, അത് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്താ ഇത് ഈ അമ്മിക്കല്ല് കണ്ടത് വീടിന് പുറത്താണോ വീടിനകത്താണോ? വീടിന്റെ വെളിയില്, വീടിന്റെ വരാന്തയിൽ. ഓക്കെ. ഈ അമ്മിക്കല്ല് ഒരു പക്ഷേ ഒന്നുകിൽ പുറത്തുനിന്ന് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ആ വീടിന്റെ പോലീസിന് മൊഴി കൊടുക്കാൻ വേണ്ടി അകത്തോട്ടൊന്ന് കയറുകയായിരുന്നു. ഒന്ന് ശരി ടോം കിട്ടിയതിനു ശേഷം നമുക്ക് CCTV ദൃശ്യങ്ങളുടെ അതുകൂടി ഒന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ബന്ധപ്പെട്ടോളാം. താങ്ക് യു. ശ്രീ ടോമാണ് നമുക്കൊപ്പം ചേർന്നത്. ടോമിനെ ബന്ധപ്പെട്ടാൽ നമുക്ക് CCTV ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നമുക്ക് കാട്ടിക്കൊടുക്കാൻ സാധിക്കും. എന്തായാലും നമ്മൾ ടോം പറഞ്ഞതനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് വിജയകുമാറും ഭാര്യ മീരയും. ഇവർ രണ്ടുപേരുമാണ്. കോട്ടയത്തെ ഒരു പ്രമുഖ വ്യാപാരിയായിരുന്നു, അവിടുത്തെ ബിസിനസ്സുകാരനാണ്. ഏറെക്കാലം വിദേശത്തായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നു. വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നൊരു കുടുംബമാണ്. ഒരു മൊബൈൽ ഫോൺ മോഷണമായിരിക്കാം ഒരുപക്ഷെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപത്തെ ഇതാണ് ആ ജീവനക്കാരി ഈ കാഴ്ച ആദ്യം കണ്ട ജീവനക്കാരിയിൽ നിന്നും ആ വീട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തളർന്നിരിക്കുകയാണ് മറ്റൊരു വീട്ടുകാരനും അതേപോലെ വീട്ടുകാരും. ഇവിടെ പണിക്ക് നിന്നിരുന്ന ആൾക്കാരാണ്. അവരാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. രാവിലെ കണ്ട കാഴ്ചകൾ പോലീസിനോട് വിശദീകരിക്കുകയാണ്. ജോലിക്കാരിയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇനി ആ ബംഗാളിയെക്കുറിച്ചുള്ള വിവരമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഒരുപക്ഷെ ഈ ഇവർക്കും അറിയാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയകുമാറിൻ്റെയും മീരയുടെയും ചിത്രം പ്രേക്ഷകർക്കും ഇപ്പോൾ കാണാം. വളരെ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളൊരു കുടുംബം. കോട്ടയം നഗരത്തിൽ തന്നെ നടന്ന ഈ കൊലപാതകം എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു മേഖലയാണ്. ചുറ്റുപാടും CCTV ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും കൊലപാതകം ഇന്നലെ രാത്രിയിൽ അവിടെ നടന്നു. ആരും അറിഞ്ഞില്ല. ഇന്ന് പുലർച്ചെ 8:45 ഈ വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ജീവനക്കാരി ചെല്ലുന്ന സമയത്താണ് വിജയകുമാറിൻ്റെ മൃതദേഹം വീടിനുള്ളിൽ സ്വീകരണ മുറിയിൽ കാണുന്നതും തൊട്ടപ്പുറത്തായിട്ട് മീരയുടെ മൃതശരീരം കിടപ്പുമുറിയിൽ കാണുന്നതും.